നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാളു, ഇതെന്താ? നിനക്ക് എന്താ പറ്റിയ? എന്തിനാ നീ കരയുന്നേ? കാവില് വെച്ച് എങ്കി പറ, ആരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചത്? അത് മോളെ, ഞാൻ സംസാരിച്ചത് മോളുടെ അമ്മയോടാ. എന്റെ അമ്മയോടോ? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. എന്താ സാർ? ഇങ്ങോട്ട് വാടാ. എന്താ കാര്യം നിനക്ക് അറിയില്ല അല്ലേ? നിനക്ക് ഇവരെ അറിയാമോ? നിന്റെ ID പ്രൂഫിൽ നിന്ന് വീടിന്റെ അഡ്രസ് കിട്ടി. അത് വെച്ചാ തപ്പി വന്നത്. ഇവൻ തന്നെ അല്ലേ ആളെ മേഡം? അതെ. എന്തിനാടോ എന്റെ ഗൗരി ചേച്ചി താൻ ഇല്ലാതാക്കിയത്? സത്യം പറയടോ. വേണ്ട മേഡം, ഞാൻ ചോദിച്ചോളാം. സത്യം പറ, ആര് പറഞ്ഞിട്ടാ നീ അത് ചെയ്തത്? ഞങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്. സത്യം പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. എനിക്കൊന്നും അറിയില്ല സാറേ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇവരാരാ? ആരായി ഗൗരി? പറയടോ, എന്തിനാ താനത് ചെയ്തത്? ആരാ തന്നെ കൊണ്ടത് ചെയ്യിച്ചത്? നീ സത്യം പറയുന്നുണ്ടോ അതോ മുട്ടുകാലിയേറ്റ് ഞാൻ പറയിപ്പിക്കണോ? കൊണ്ടുപോടവനെ. മഹിയുടെ ഭാര്യയായിരുന്ന ഗൗരിയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കുറ്റവാളി ഇവിടെ ഈ വീട്ടിൽ ഇത്രയും നാളായി ആരാലും തിരിച്ചറിയപ്പെടാതെ രക്ഷപ്പെട്ട് കഴിയുകയായിരുന്നു. അന്ന് ആ കൊലപാതകത്തിന് ഒത്താശ ചെയ്തു കൊടുത്ത കൂട്ടുപ്രതിയാണ് ഇയാൾ. ഇയാള് പറയും ആരാണ് മാസ്റ്റർ പ്ലാൻ എന്ന്. പറയടാ. അതെ സാർ. ആരാ അത്? പറയാൻ. അയ്യോ സാർ, ഞാനല്ല. അതെ സാർ. അവരാ സാർ? ഞാനല്ല സാർ. ഞാനല്ല സാർ. സാർ, ഞാനല്ല. അതെ സാർ, ഇവര് തന്നെയാണ്. നാഥുനെ, ഞാനല്ല. മോളെ. മതി മതി, നമുക്ക് പോവാം. ഇവരെ പുറത്തിറക്കി നിർത്ത്. ലേഡി ഓഫീസർ ഇപ്പൊ വരും. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പ്രതിയെ വിലങ്ങ് വെച്ചാൽ മതി. ശരി സാർ. ഓക്കെ, വരൂ. വന്നേ. ഒരിക്കലും തെളിയാതെ പോകുമായിരുന്ന ഒരു കേസായിരുന്നു ഇത്. അത് തെളിയിച്ചത് ഗംഗയാണ്. ശരി മഹി, ഞാൻ ഇറങ്ങട്ടെ. മഹിയേട്ടാ, ചെയ്ത തെറ്റിനെല്ലാം എന്തെങ്കിലും അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നത് ഇതാണ്. ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ആന്റി ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാനും ഇതൊന്നും ഒരിക്കലും അറിഞ്ഞിരുന്നില്ല മഹി. എത്രയും പെട്ടെന്ന് ഭട്ടത്തിരിയുടെ അടുത്തെത്തണം. ബാക്കി കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ഗൗരി വല്ലാത്ത അവസ്ഥയിലാണ്. നമ്മുടെ ഹോമങ്ങൾക്കോ മന്ത്രജപത്തിനോ ഗൗരിയെ രക്ഷിക്കാനാവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും തിരുമേനി? ഇനി ഒരു വഴിയേ ഉള്ളൂ. എന്താ അത്? ഉൾവനത്തിലെ നാഗത്തറയിലെത്തി അവിടെ നിന്ന് നാഗമാണിക്യം കൊണ്ടുവരണം.
അതിന്റെ സാന്നിധ്യത്തിൽ ഹോമം ചെയ്താൽ ഗൗരിയെ രക്ഷിക്കാൻ സാധിക്കും. അമ്മ, എനിക്കമ്മയെ കാണണം. എനിക്കെന്റെ അമ്മയെ കാണാൻ പറ്റാത്ത. ഞാൻ എത്ര നാളായി അമ്മയെന്ന് കണ്ടിട്ട്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, പിന്നെന്താ എനിക്ക് കാണാൻ പറ്റാത്തത്? മാളു, അച്ഛാ, ഇതെന്താ? നിനക്കെന്താ പറ്റിയേ? എന്തിനാ നീ കരയുന്നേ? അച്ഛാ, കാവില് വെച്ച്. എങ്കിൽ പറ, ആരോടെ ഗംഗ സംസാരിച്ചത്? അത് മോളെ, ഞാൻ സംസാരിച്ചത് മോളുടെ അമ്മയോടാ. എന്റെ അമ്മയോടോ? എനിക്കമ്മയെ കാണണം അച്ഛാ. മാളു വാ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ. ഭഗവാനെ, ശ്രീ മഹേശ്വര, രക്ഷിക്കണേ. ഈ നാഗങ്ങളിൽ നിന്നും എന്നെ കാക്കണേ. ഗൗരി ചേച്ചിയുടെ ആത്മാവിനെ രക്ഷിക്കാൻ ഈ നാഗമാണിക്ക് ആവശ്യമുണ്ട്. ഇതൊരു കാരണത്താലും ദുരുപയോഗം ചെയ്യില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു ഭഗവാനെ. തടസ്സങ്ങളെല്ലാം അകറ്റി നാഗമാണിക്യം എടുക്കാൻ സാധിക്കണേ. അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം എന്നോട് പൊറുക്കണേ. അയ്യോ ശ്രീയേച്ചി, വേണ്ട രാജി, നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ കർമ്മഫലമാണ്. ഞാനിനി ഈ അവസ്ഥയിലാവേണ്ടതല്ലേ. ഗംഗയെ നീയും ചേർന്ന എന്നെ തിരുത്തിയത്. നിന്റെ സ്നേഹമാണ് എന്നെ മനുഷ്യനാക്കിയത്. നിന്റെ സ്നേഹം ഇന്നും എനിക്ക് വേണം. തിരുമേനി, കൃത്യസമയത്താണ് ഗംഗയെത്തിയത്. ഗൗരിയുടെ ആത്മാവ് ഇപ്പോൾ ആവാഹിക്കപ്പെടാവുന്ന അവസ്ഥയിലാണ്. നമുക്ക് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.